പതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ. പർണതൽപേ ഭുവിദാരമൂലെ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപൂരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പു കൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യംഗസേമ്നിവനാന്തരെ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തമാസ്തായ കൈകേയി താൻ ഹന്തമഹാപാപം ആചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചേടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുഃ സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനൊരു ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃഥ. തോന്നുന്നിത ജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരൻ വൃഥാഭിമാനേന കേൾ. ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം. ചിത്തമത്രേ നിരൂപിച്ച സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖസുഖം നിജ കർമ്മവശഗതം ഒക്കെയെന്നുൾക്ക